അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ +1 സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ, സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിവിങ് വേൾഡ് ആണ് ഇവിടെ ഇപ്പോൾ വീഡിയോ ഇട്ടിടുന്നത്. ഇതിൽ ആക്ച്വലി സിമ്പിൾ നോട്ട് കറക്റ്റ് NCERT ടെക്സ്റ്റ് നോക്കി NCERT ബേസ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ഇവിടെ നോട്ട്സ് ഞാൻ റെഡിയാക്കിയത്. അപ്പോൾ അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നിങ്ങൾ ഇത് നോട്ട്സ് അല്ലെങ്കിൽ ഇത് വീഡിയോ കാണുന്ന സമയത്ത് NCERT ടെക്സ്റ്റും കൂടെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നീറ്റ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ NCERT കൂടെ വെച്ച് ഈ ചാപ്റ്റർ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് ആണ്. അതിൽ വരുന്ന ആദ്യത്തെ ചാപ്റ്ററാണ് ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം വരുന്നത് ലിവിങ് ആണ്. അപ്പോൾ ലിവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിവിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഓർഗാനിസം മീൻസ് ജീവിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ആ ഓർഗാനിസത്തിന് 5 കാര്യങ്ങൾ ആവശ്യമാണ്. മീൻസ് 5 ഫാക്ടേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ ഓർഗാനിസംസ് ഗ്രോ ചെയ്യും. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോൺ ലിവിങ് ഓർഗാനിസംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്പോസ് ഒരു മൗണ്ടെയിൻ എടുക്കുകയാണെങ്കിൽ ആ മൗണ്ടെയിൻ എന്ന് പറയുന്നത് ഓരോ ദിവസവും ഇങ്ങനെ ഒരു മൗണ്ടെയിൻ മീൻസ് അവിടെ കുറേ മണ്ണും മറ്റു ഫാക്ടേഴ്സ് വെച്ച് ഇതിങ്ങനെ മേലോട്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലിവിങ് ആയിക്കോട്ടെ നോൺ ലിവിങ് ആയിക്കോട്ടെ എല്ലാ ഓർഗാനിസംസും വലുതാവുന്നുണ്ട്. ദെൻ മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിൻ്റെയും ഒരു സമ്മ്, അതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ റീപ്രൊഡക്ഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാ ഓർഗാനിസംസും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലാനേറിയ എടുക്കുകയാണെങ്കിൽ പ്ലാനേറിയയ്ക്ക് ട്രൂ റീജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിനുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആ പ്ലാനേറിയയുടെ ആ ഒരു ട്രൂ റീജനറേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ +1 സുവോളജിയിലെ ഒരു ചാപ്റ്റർ ഉണ്ട് ആനിമൽ കിങ്ഡം, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ ഫഞ്ചൈ എന്ന് പറയുന്നത് ഫിലമെൻ്റസ് ആൽഗയിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിൻ്റേതായ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കും. മോസസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ പ്രോട്ടോണിമ എന്ന് പറയുന്ന സ്റ്റേജ് വെച്ചിട്ടാണ്. അത് നമ്മളിനി അടുത്ത ചാപ്റ്റേഴ്സിൽ പഠിക്കും. ദെൻ ലിവിങ്ങിൻ്റെ മറ്റൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് സെല്ലുലർ ഓർഗനൈസേഷൻ ആണ്. ഇപ്പം നമ്മൾ യൂണിസെല്ലുലർ ആയിക്കോട്ടെ മൾട്ടി സെല്ലുലർ ആയിക്കോട്ടെ ഒരു സെല്ലിൽ നിന്നാണ് അതെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പം ഹ്യൂമൻസിൻ്റെ നോക്കുകയാണെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സെല്ലിൽ നിന്നാണ് അത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഫീറ്റസ് ആയിട്ട് മാറുന്നത്. ദെൻ അടുത്തത് പറയുന്നത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. തീയിൽ കൈകൊണ്ട് വെക്കുമ്പോൾ പൊള്ളും എന്ന് നമുക്കറിയാം. അത് നമ്മളെ ഹ്യൂമൻസിൻ്റെ ഒരു കോൺഷ്യസ്നെസ് ആണ്. ആപത്ത് വരുമ്പോൾ തിരിച്ചറിയാനുള്ള ഒരു കോൺഷ്യസ്നെസ് ആണ്. അടുത്തത് വരുന്നത് ബയോഡൈവേഴ്സിറ്റി. നമ്മളെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് ഓർഗാനിസം, എത്രത്തോളം ഓർഗാനിസംസ് ഉണ്ടോ അതിനെയാണ് നമുക്ക് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ നമ്മളെ NCERT ടെക്സ്റ്റിൽ ബയോഡൈവേഴ്സിറ്റിയുടെ ആ ഒരു ഡിസ്ക്രൈബ്ഡ് റേഞ്ച് എന്ന് പറയുന്നത് 1.7 to 1.8 മില്യൺ ആണ്. നീറ്റിനൊക്കെ ചിലപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോമൻക്ലേച്ചർ ആണ്. നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ നമ്മളതിന് നെയിമിങ് കൊടുക്കുക. അപ്പം അതിന് നെയിമിങ് കൊടുക്കണമെങ്കിൽ അതിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ഏത് ജീനസിൽ പെട്ടതാണ് അല്ലെങ്കിൽ ഇതൊരു ഏത് സ്പീഷീസിൽ പെട്ടതാണ്, അങ്ങനെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്യാറ്റ് എടുക്കുകയാണെങ്കിൽ ക്യാറ്റിൻ്റെ ഒരു ഫാമിലി ഉണ്ട്, അതിനെ ഫെലിഡ എന്നാണ് പറയുന്നത്. അപ്പം ക്യാറ്റിൻ്റെ ആ ഒരു ഫാമിലി പിന്നെ അതിൻ്റെ സ്പീഷീസ് അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ രണ്ട് ഫുൾ ഫോം എക്സാമിന് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ICZN എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. സുവോളജി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ആനിമൽസിനെ കുറിച്ചായിരുന്നു മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആനിമൽസിന് നെയിം കൊടുക്കുന്ന ആ ഒരു കോഡിങ്ങിനെ, ആ ഒരു നോമൻക്ലേച്ചറിൻ്റെ ആ ഒരു പ്രോസസ്സിനെയാണ് ICZN എന്ന് പറയുന്നത്. അപ്പോൾ ICBN എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ ബോട്ടണി എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പം പ്ലാന്റ്സിനെ നെയിം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് മെത്തേഡിനെയാണ് എന്തെന്ന് പറയുന്നത് ICBN എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ പറഞ്ഞു നെയിമിങ് ചെയ്യുന്ന സമയത്ത് ജീനസിൻ്റെ നെയിമും സ്പീഷീസിൻ്റെ നെയിമെന്നും പറയും. നമ്മളെ ടെക്സ്റ്റിൽ ജീനസിനെ ജനറിക് നെയിമെന്നും ആൻഡ് സ്പീഷീസിനെ സ്പെസിഫിക് എപ്പിതെറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം ജനറിക് നെയിം എന്ന് പറയുമ്പം ജീനസിൻ്റെ നെയിം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ നെയിമിങ്ങിൻ്റെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ, ബൈ എന്ന് പറയുമ്പോൾ 2 അല്ലേ. അപ്പോൾ നമ്മൾ ഈ നോമൻക്ലേച്ചർ ചെയ്യുന്ന സമയത്ത് രണ്ട് നെയിം അല്ലെങ്കിൽ 2 കമ്പോണൻസ് വെച്ചിട്ടാണ് അതിന് നെയിം കൊടുക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ജീനസിൻ്റെ നെയിമാണ് എഴുതുന്നത്, ദെൻ അത് കഴിഞ്ഞിട്ട് സ്പീഷീസിൻ്റെ നെയിം എഴുതും. അപ്പോൾ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഈ സ്പീഷീസിന് ഇങ്ങനെ നെയിം കൊടുക്കണം. കാരണം നെയിം കൊടുക്കാൻ കാരണം നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പം ഇപ്പം നമ്മൾ ഡോഗിനെ ചില സ്ഥലത്ത് നായ, ചിലയിടത്ത് പട്ടി അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് അതിനൊരു നെയിം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണെന്ന് ആദ്യം മനസ്സിലാക്കിയത് കരോളസ് ലിനിയേഴ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പം അദ്ദേഹം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മാംഗോ എടുക്കുകയാണെങ്കിൽ മാഗ്നിഫെറ ഇൻഡിക്ക. ഇതിൽ മാഗ്നിഫെറ എന്ന് പറയുന്നത് എന്താണ്? അത് ജീനസ് നെയിമാണ്. ഇൻഡിക്ക എന്ന് പറയുന്നത് എന്താണ്? അത് സ്പീഷീസ് നെയിമാണ്. അപ്പം ഇങ്ങനെ ആദ്യം നെയിം ചെയ്തത് ലിനിയസ് ആയതുകൊണ്ട് നമ്മൾ മാഗ്നിഫെറ ഇൻഡിക്ക ലിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്, നമ്മളെ ടെക്സ്റ്റിലും NCERT ടെക്സ്റ്റിലും ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പിന്നെ ഈ നമ്മൾ നെയിം കൊടുക്കുമ്പം മാഗ്നിഫെറ ഇൻഡിക്ക ലിൻ എന്ന് ചേർക്കത്തില്ല, സയൻറ്റിസ്റ്റിനെ ചേർക്കത്തില്ല, മാഗ്നിഫെറ ഇൻഡിക്ക എന്ന് മാത്രമാണ് പിന്നീട് നമ്മൾ നെയിം ചെയ്യുമ്പം മീൻസ് കണ്ടുപിടിച്ച ആളെ എഴുതത്തില്ല, ബട്ട് അതിൻ്റെ കമ്പോണൻസ് രണ്ടും മാത്രമേ എഴുതത്തുള്ളൂ. അടുത്തത് വന്നിട്ട് യൂണിവേഴ്സൽ റൂൾ ഫോർ നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചറിന് കുറച്ച് റൂളുണ്ട്, അതെങ്ങനെയാണ് നെയിം ചെയ്യേണ്ടതിന്. അപ്പം ഈ നെയിമിങ്ങിൻ്റെ ആ ഒരു റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 4 റൂൾസ് തന്നെയാണുള്ളത്. ഞാൻ അത് കുറച്ചുകൂടെ ചുരുക്കിയാണ് എഴുതിയത്. അപ്പോൾ ഒന്നാമത്തതെന്ന് പറയുന്നത് ജനറലി ലാറ്റിൻ റിട്ടേൺ ഇൻ ഇറ്റാലിക്സ്. നമ്മൾ ഈ നോമൻക്ലേച്ചർ എഴുതുമ്പോൾ അത് ജനറലി ലാറ്റിൻ ഒറിജിനാണ് നമ്മൾ അതിന് ഉള്ളത്. ഇപ്പോൾ ഞാൻ മാഗ്നിഫെറ ഇൻഡിക്ക ഇത് നോക്കിയാലും ആദ്യത്തേത് ജീനസ് ആണ്. ഈ മാഗ്നിഫെറ ഇൻഡിക്ക ഇതെന്ന് പറഞ്ഞൊരു ലാറ്റിൻ നെയിമാണ്. അപ്പോൾ ഈ റൂൾസ് ഞാൻ ഒരു ഒറ്റ നെയിം വെച്ചിട്ട് പറയാം. ഈ മാഗ്നിഫെറ ഇൻഡിക്കയിൽ ആദ്യത്തേത് ജീനസും രണ്ടാമത്തേത് സ്പീഷീസുമാണ്. നമ്മൾ ജീനസിൻ്റെ പേര് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം സ്പീഷീസിൻ്റെത് എന്താണ്? സ്മോൾ ലെറ്ററിൽ വെച്ചിട്ട് എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുള്ളൂ. നമ്മളിപ്പം കൈകൊണ്ട് എഴുതുവാണെങ്കിൽ നമ്മൾ ജീനസ് നെയിമിനെയും സ്പീഷീസ് നെയിമിനെയും സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. അത് നമ്മൾ ഇനി പ്രിൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ പ്രിൻ്റ് ചെയ്യുമ്പം അതിന് ഇറ്റാലിക്സിൽ ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ജീനസ് നെയിമാണ്, അത് നമ്മൾ ക്യാപിറ്റൽ തുടങ്ങും. സെക്കൻഡ് സ്പീഷീസ് ആണ്, അത് സ്മോൾ ലെറ്ററിൽ. ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ സിമിലാരിറ്റീസ് വെച്ചിട്ട് ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്, മീൻസ് അതിനെ ഒരു ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു ഓർഗാനിസത്തിന് ഓരോ റാങ്കിങ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ സെക്ഷൻസ് ഉണ്ട്. അതിനാണ് ടാക്സ എന്ന് നമ്മൾ ചെറുതാക്കി പറയുന്നത്. ഇനി അങ്ങനെ ഇത് ഓരോന്നിങ്ങനെ മീൻസ് അതിനെ റാങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഇനി വരുന്നത് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഓരോ ഓർഗാനിസം ഉണ്ടല്ലോ, അതിനെ അതിൻ്റെ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിസ്സിമിലാരിറ്റീസ് അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കംപ്രൈസ് ചെയ്ത് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ഓർഡറിൽ. ഇപ്പം നമ്മൾ ക്യാറ്റ് എടുക്കുകയാണെങ്കിൽ പല വെറൈറ്റീസ് വരും ക്യാറ്റിൻ്റെ. ഇപ്പം പെർഷ്യൻ ക്യാറ്റ് വരും, നമ്മളെ നേറ്റീവായിട്ട് കാണപ്പെടുന്നതിനും അതിനെയൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കലി മീൻസ് കറക്റ്റ്ലി ഒന്ന് ഓർഡറൊക്കെ ചെയ്ത് അതിൻ്റെ സിമിലാരിറ്റീസിനെ വെച്ച് ഓർഡർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് സിസ്റ്റമാറ്റിക്സ് എന്ന് വിളിക്കാം.